ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് എക്സാം ഇങ്ങ് അടുത്തെത്തിയല്ലേ. ഇന്ന് നമ്മൾക്ക് ഹിന്ദിയുടെ ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. गतिविधि 1 का उत्तर लिखना अनिवार्य है. 2 से 6 तक की गतिविधियों में से किसी 4 के उत्तर लिखे. പ്രവർത്തനം 1 ഉത്തരം എഴുതേണ്ടത് നിർബന്ധമാണ്. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരങ്ങൾ എഴുതിയാൽ മതി. ഗതിവിധി 1 പ്രവർത്തനം 1 സൂചന ഗഡ് പഠേ ഓർ പ്രശ്നേക്ക് ഉത്തർ ലിഖേ. ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഏക് ദിൻ ശീതൾ നെ ഏക് സപ്ന ദേഖ. ഒരു ദിവസം ശീതൾ ഒരു സ്വപ്നം കണ്ടു. ഏക് നദി തേജ് വഹ് രഹ്തി ഥി. ഒരു നദി അതിവേഗം ഒഴുകുന്നുണ്ടായിരുന്നു. നദി സെ ഏക് മച്ഛലി ബാഹർ ഉച്ഛലി ഓർ കിനാരെ पर ഫസ് ഗയി. നദിയിൽ നിന്ന് ഒരു മത്സ്യം ചാടി കരയിലെ കല്ലിൽ കുടുങ്ങി. ശീതൾ നെ മച്ഛലി കാ വാപസ് നദി മേൻ ടാൽ ദിയ. ശീതൾ മീനെ തിരികെ നദിയിലാക്കി. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, കിത്നെ സപ്ന ദേഖ. ആരാണ് സ്വപ്നം കണ്ടത്? നദീനെ, നദിക്കരയെ. പത്ഥർനെ, കല്ലുകൊണ്ട്. മച്ചലീനെ, മത്സ്യം. ശീതളിനെ, ശീതൾ. അപ്പൊ ആരാണ് സ്വപ്നം കണ്ടത് മക്കളെ? സ്വപ്നം കണ്ടത് ശീതൾ അല്ലേ. അപ്പൊ അവിടെ ശീതളിനെ എഴുതി കൊടുക്കുക. അടുത്തത്, നദി കൈസേ വഹ് രഹി ഥി. നദി എങ്ങനെയാണ് ഒഴുകുന്നത്? ശാന്ത്, ശാന്തായിട്ട്. ധീരെ ധീരെ, പതുക്കെ പതുക്കെ. അടുത്തത് എന്താ? തേജ്, വേഗം. അടുത്തത് ചക്കർ ഗാക്കർ. അപ്പൊ അതിന്റെ ആൻസർ എന്താ വരുക? അതിന്റെ ആൻസർ തേജ്, വേഗത്തിൽ. അടുത്തത്, നദി സെ ബാഹർ ഉച്ഛലി കോൻ. നദിയിൽ നിന്ന് ചാടിയത് ആരാണ്? ആദ്യത്തത് ബത്തക്, താറാവ്. മച്ചലി, മത്സ്യം. മേധക്, തവള. സാമ്പ്, പാമ്പ്. എന്തായിരിക്കും അതിന്റെ ആൻസർ? മച്ചലി അല്ലേ, മച്ചലി അല്ലേ നദിയിൽ നിന്ന് ചാടിയത്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് മച്ചലി. അടുത്തത്, മച്ചലി കഹാ ഫസ് ഗയി. മത്സ്യം എവിടെയാണ് കുടുങ്ങിയത്? സടക് പർ, റോഡിൽ. പദർ പർ, കല്ലിൽ. ജംഗൽ പർ, വനത്തിൽ. മൈതാൻ പർ, വയലിൽ. അപ്പൊ എവിടെയാ കുടുങ്ങിയിട്ടുണ്ടാവലേ? അതിന്റെ ആൻസർ പദർ പർ. എവിടെയാണ്? കല്ലിലല്ലേ, കല്ലിലല്ലേ കുടുങ്ങിയത്. അടുത്തത്, ശീതളിനെ മച്ചലി കോ കഹാം ഡാൽ ദിയ. ശീതൾ എവിടെയാണ് മീൻ വെച്ചത്? തലാബ് മേ, കുളത്തിൽ. നാലേ മേം, ഡ്രെയിനിൽ. സാഗർ മേം, സമുദ്രത്തിൽ. നദീമേം, നദിയിൽ. അപ്പൊ അതിന്റെ ആൻസർ എന്ന് വരുക നദീമേം അല്ലെ, നദിയിലാണ് ശീതൾ മീനിനെ തിരികെ ആക്കിയത്. അടുത്തത്, ഗതിവിധി 2 പ്രവർത്തനം 2 സൂചന കവിതാക്കി പക്തിയോം കോ ക്രം സെ ലിഖേ. കവിതയുടെ വരികൾ ക്രമത്തിൽ എഴുതുക. ഹവാ ധൂൽ കോ ഹവാ ഹോ ഗയി. സോത്തി ധൂൽ ഉടി ഹവാ കോ. छेड़ के भागी पीछे पीछे अचानक जागी धूल के नीचे. അപ്പൊ ഇത് മക്കൾക്ക് അറിയുന്നല്ലേ. അപ്പൊ എന്താ എഴുതുക? ആദ്യം എന്താ വരുക? ഹവാ ധൂൽ കോ छेड़ के भागी सोती धूल अचानक जागी उड़ी हवा के पीछे पीछे हवा हो गई धूल के नीचे. അടുത്തത്, ഗതിവിധി 3 പ്രവർത്തനം 3 ചിത്ര ദേഖേ താലിക ബരേ. ചിത്രം നോക്കുക, പട്ടിക പൂർത്തിയാക്കുക. ഒരു ബോക്സിൽ കുറച്ച് പേര് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചിത്രമുണ്ട്. ചിത്രത്തിൽ കുറച്ച് ജീവികളുടെ ചിത്രമുണ്ട്. ആ ജീവികളുടെ പേരാണ് ആ ബോക്സിലുള്ളത്. തായില് പേടിക്കെ ഊപ്പർ പേടിക്കെ നീച്ചെ. പേടിക്കെ ഊപ്പർ എന്ന് വെച്ചാല് മരത്തിന്റെ മുകളില്, പേടിക്കെ നീച്ചെ മരത്തിന്റെ താഴെ. ഏതെല്ലാം ജീവികളാണ് മരത്തിന്റെ മുകളിലുള്ളത് എഴുതുക, ഏതെല്ലാം ജീവികളാണ് മരത്തിന്റെ താഴെ എന്ന് എഴുതുക. നമുക്ക് ഇത് ചെയ്തു നോക്കാം. ആദ്യത്തേത് നമുക്ക് പേടിക്കെ ഊപ്പർ ചെയ്യാം. ബഗുല, തോത്ത, ഗിൽഹരി. അടുത്തത് പേടിക്കെ നീച്ചെ ജിറാഫ്, ദോഡ, ഗായി. പിന്നെ ഹാത്തി ഉണ്ട്, അതെല്ലാം എഴുതാട്ടോ. മക്കൾക്ക് ഇഷ്ടമില്ല എന്താന്ന് വെച്ചാൽ അത് എഴുതുക. അടുത്തത്, ഗതിവിധി 4 പ്രവർത്തനം 4 ഉചിത് സന്ദേശ് ചോടോ പോസ്റ്റർ കി പൂർത്തി കരോ. ഉചിതമായ സന്ദേശം ചേർക്കുക, പോസ്റ്റർ പൂർത്തിയാക്കുക.
ആദ്യത്തേത് പേഡ് ലഗായേ ഹരിയാലി ഫൈലായേ, മരങ്ങൾ നടുക പച്ചപ്പ് പരത്തുക. അടുത്തത് പാനി അമൂൽ ഹേ, വെള്ളം അമൂല്യമാണ്. അടുത്തത് ജൽ ജീവൻ കാ ആധാർ ഹേ, ജലമാണ് ജീവന്റെ അടിസ്ഥാനം. അപ്പൊ അതിന്റെ ആൻസർ എന്താ വരുവാ മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താ വരുവാ? പേഡ് ലഗായും ഹരിയാലി ഫൈലായേ, മരങ്ങൾ നടുക പച്ചപ്പ് പരത്തുക. അടുത്തത് ഗതിവിധി 5, പ്രവർത്തനം 5. ചിത്ര ദേക്കോ ഉചിത് വാക്യോ കി പൂർത്തി കരോ, ചിത്രം നോക്കുക ശരിയായ വാചകം പൂർത്തിയാക്കുക. അപ്പൊ എന്താ, ഒരു ചിത്രം തന്നിട്ടുണ്ട്, താഴെ കുറച്ച് വാക്കുണ്ട്, നമുക്കത് നോക്കാം. ആദ്യത്തെ എന്താ? തലാബ് മേ, കുളത്തിൽ എന്താ ഉള്ളത്? കുളത്തിൽ നിറയെ വെള്ളമുണ്ട് അല്ലെ? അപ്പൊ താഴത്തെ ബോക്സിൽ എന്താ എഴുതുക? തലാബ് മേ പാനി ഭരാ ഹേ. അടുത്തതോ? പേഡ് പർ, മരത്തിൽ എന്താ ഇല്ലേ? മരത്തിൽ ധാരാളം ഇലകൾ ഉണ്ടല്ലേ? അപ്പൊ എന്താ എഴുതുക? പേഡ് പർ കൈ പത്തേ ഹേ. അടുത്തത് പൈന്റെ പർ കൈ ഫൂൽ ഹേ, ചെടിയിൽ ധാരാളം പൂക്കളുണ്ട്. അടുത്തത് തലാബ് കെ കിനാരെ ഏക് പേഡ് ഹേ, കുളത്തിന്റെ കരയിൽ ഒരു മരമുണ്ട്. അടുത്തത് പന്തർ കെ ഊപ്പർ മേധക് ഹേ, കല്ലിന് മുകളിൽ ഒരു തവളയുണ്ട്. അടുത്തത് ഗതിവിധി 6, ചിത്ര ദേക്കെ പഹ്ചാനെ ഓർ സംഖ്യാവാചക് ശബ്ദ് ലിഖേ. പ്രവർത്തനം 6, ചിത്രങ്ങൾ നോക്കുക സംഖ്യാപദങ്ങൾ തിരിച്ചറിയുകയും എഴുതുകയും ചെയ്യുക. ആദ്യത്തെ ചിത്രം നോക്കിയേ, എത്ര ഓറഞ്ച് ഉണ്ട്? നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6. അപ്പൊ 6ന് എന്താ ഹിന്ദിയിൽ പറയുക? ചെഹ്, അതവിടെ എഴുതി കൊടുക്കുക. അടുത്തത് കുറച്ച് പൂക്കളുടെ ചിത്രമാണ് അല്ലേ? നമുക്കത് എണ്ണി നോക്കാം. 1 2 3 4 5. 5ന് എന്താ പറയുക? 5. അതവിടെ എഴുതി കൊടുക്കുക. അടുത്തത് മാങ്ങകളുടെ ചിത്രമാണ്, അത് നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. 10ന് എന്താ പറയുക? 10. അപ്പൊ അടുത്തതോ? മീനിന്റെ ചിത്രമാണ് അല്ലെ? എത്ര മീനുകളുണ്ട്? 1 2 3 4 5 6 7 8. അപ്പൊ 8 അങ്ങനെ ഹിന്ദിയിൽ പറയുക? ആട്ട്. അതവിടെ എഴുതി കൊടുക്കുക. അടുത്തത് പൂമ്പാറ്റകളുടെ ചിത്രമാണ് അല്ലെ? എത്ര പൂമ്പാറ്റകളുണ്ട്? 1 2 3 4 5 6 7 8 9. അപ്പൊ എത്രയുണ്ട്? 9 അല്ലേ? അപ്പൊ നൗൺ എഴുതി കൊടുക്കുക. അപ്പൊ നമ്മൾ ഹിന്ദിയുടെ 6 ആക്ടിവിറ്റിയും ചെയ്തിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം.